ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിഭാഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കെ.വി. പ്രദീപിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ എസ്.ഐ.ടിക്ക് ആശങ്ക. കോടതിയിൽ കേസുകൾ പരിഗണിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടുകൾ ആദ്യം പരിശോധിക്കുന്നത് സർക്കാർ അഭിഭാഷകനായതിനാൽ രഹസ്യവിവരങ്ങൾ ചോർന്നുപോകാൻ സാധ്യതയുണ്ടെന്നാണ് എസ്.ഐ.ടിയുടെ വിലയിരുത്തൽ. ഇത് കേസിന്റെ നടത്തിപ്പിനെയും അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെയും ബാധിക്കുമെന്ന ആശങ്കയും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. വിഷയത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ നേരിൽ കണ്ട് എസ്.ഐ.ടി ആശങ്ക അറിയിക്കാനാണ് തീരുമാനം. കേസിന്റെ തുടർ നടപടികളിലും സർക്കാർ പ്ലീഡറുടെ നിയമനത്തിലും കൂടുതൽ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിഭാഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കെ.വി. പ്രദീപിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചിരിക്കുകയാണ്. ഈയൊരു നിയമനത്തിൽ ഇപ്പോൾ എസ്.ഐ.ടി വലിയൊരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിഭാഗത്തിന്റെ സ്ഥാപനമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെയാണ് സർക്കാർ ഇപ്പോൾ പ്ലീഡറായി നിയമിച്ചിട്ടുള്ളത്. കോടതിയിൽ കേസുകൾ പരിഗണിക്കുമ്പോൾ ഈ ലഭിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ആദ്യം പരിശോധിക്കുന്നത് സർക്കാർ അഭിഭാഷകനായതുകൊണ്ട് തന്നെ രഹസ്യ വിവരങ്ങൾ ചോർന്നു പോകാനൊരു സാധ്യതയുണ്ട് എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ എസ്.ഐ.ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കേസിന്റെ നടത്തിപ്പിനെയും അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നും ഒരു ആശങ്കയും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ നേരിൽ കണ്ട് എസ്.ഐ.ടി ആശങ്ക അറിയിക്കാൻ ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ്. കേസിന്റെ തുടർ നടപടികളിലും സർക്കാർ പ്ലീഡറുടെ നിയമത്തിനുമൊക്കെ ഇനി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഈ ഒരു നിയമനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നൊരു ആവശ്യം തന്നെയാണ് എസ്.ഐ.ടിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെയാണ് ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ളത്. സർക്കാർ പ്ലീഡറായാണ് ഇപ്പോൾ പ്രദീപിനെ നിയമിച്ചിരിക്കുന്നത്. ഇതിലാണിപ്പോൾ എസ്.ഐ.ടി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ആദ്യം പരിശോധിക്കുന്നത് സർക്കാർ അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളൊക്കെ ചോർന്നു പോകാനൊരു സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ എസ്.ഐ.ടി ഉള്ളത്. എന്തായാലും ഇത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു ആശങ്കയും ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേസിന്റെ തുടർ നടപടികളിലും സർക്കാർ പ്ലീഡറുടെ നിയമനത്തിലുമൊക്കെ കൂടുതൽ ചർച്ചകൾക്കാണ് സാധ്യത.